സലോഡ് ഹാലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്നു ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം എൻ്റെ 19-ാമത്തെ വാക്യം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷം വരുത്തുകയില്ല. അതിശക്തമായ ഒരു ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനമാണ്. ഈ കാലഘട്ടത്തിലുള്ള സകല ജനത്തോടും ലോകമെമ്പാടുമുള്ള സകല ജനത്തോടും ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്ന ശക്തമായ ദൂതെന്താണ്? പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഹല്ലേലൂയ. ലോകത്തിൽ പല അധികാരങ്ങളുമുണ്ടെങ്കിലും പല അധികാരസ്ഥരുമുണ്ടെങ്കിലും പല രാജ്യങ്ങൾക്കും പല അധികാര നിയന്ത്രണങ്ങളുണ്ടെങ്കിലും പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം തരുന്നവൻ യേശുക്രിസ്തു മാത്രമാണ്. കാരണം അവൻ പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനാണ്, അവൻ ഇഴജാതികളുടെ മേൽ അധികാരമുള്ളവനാണ്, അവൻ മനുഷ്യൻ്റെ മേൽ അധികാരമുള്ളവനാണ്, മൃഗങ്ങളുടെ മേലും പക്ഷി പറവജാതികളുടെ മേലുമെല്ലാം അധികാരമുള്ള കർത്താവിന് മാത്രമേ ഇങ്ങനെ ഒരു അധികാരം തരുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് പലവിധമായ എതിർപ്പുകളാൽ നിറയപ്പെട്ട് പ്രതികൂല സാഹചര്യങ്ങളാൽ നിറയപ്പെട്ട് നിൽക്കുന്നതാണ്. മനുഷ്യന് ശത്രുക്കൾ മനുഷ്യർ മാത്രമല്ല, പാമ്പുകളും തേളുകളും ഉണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയണം. അത് തന്നെയല്ല, മനുഷ്യൻ്റെ ശത്രുക്കൾ എന്ന് പറയുന്ന കാട്ടിലെ മൃഗങ്ങളും നാട്ടിലെ മൃഗങ്ങളും പക്ഷി പറവജാതികൾ പോലും മനുഷ്യന് പലപ്പോഴും ശത്രുക്കളായി മാറുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ പലപ്പോഴും തകർന്ന തരിപ്പണമായി മാറുന്ന ചില ജീവിത സാഹചര്യങ്ങൾ നിങ്ങളെ അലട്ടുന്ന സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ലോകത്തിൻ്റെ ഏത് ശക്തികൾ ഏത് മേഖലയിൽ നിന്ന് വന്നാലും അതിനെ അതിജീവിക്കുവാനുള്ള ഒരു അധികാരമാണ് കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകുന്നത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ജനമൊന്ന് സ്തോത്രം പറയാമോ? ഇന്ന് പകൽ നിന്നെ തകർക്കുവാൻ ചില പൈശാചിക ശക്തികൾ, ചില അന്ധകാരത്തിൻ്റെ വ്യാപാരങ്ങൾ, ചില ദുർഭൂത ശക്തികൾ നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ തലമുറയും തകർക്കാൻ തന്ത്രങ്ങൾ മെനയുമ്പോൾ അതിനെ കണ്ട് നീ ഭയപ്പെട്ടു പോകരുത്. അതിമേലൊരു അധികാരം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ലോകത്തിൽ ഒരുപാട് മന്ത്രവാദികളും ആഭിചാര പ്രവർത്തനം ചെയ്യുന്നവരുമുണ്ട്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരുണ്ട്. ഇത് കർത്താവിൻ്റെ അടുക്കൽ നിന്ന് വീണുപോയ ദൂതന്മാർ മുഖാന്തരം പ്രവർത്തിക്കുന്നതാണ്. ഹല്ലേലൂയ. വീണുപോയ സ്വർഗ്ഗത്തിൽ നിന്ന് വീണുപോയ ദൂതന്മാർ മനുഷ്യനെ കബളിപ്പിക്കുന്ന വിധത്തിലൂടെ, മനുഷ്യനെ വഞ്ചിക്കുന്ന നിലയിലൂടെ അനവധി അത്ഭുതങ്ങൾ അടയാളങ്ങൾ അവൻ പ്രവർത്തിച്ച് കാണിക്കും. പക്ഷേ അതൊന്നും ശാശ്വതമല്ല, നിത്യമല്ല, നിലനിൽക്കുന്നതല്ല. അതെല്ലാം താൽക്കാലികമാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ശ്രോതാവേ, കൊടും വഞ്ചനയിൽ നീ അകപ്പെട്ടു പോകാതെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമ്പോൾ അത് ദൈവത്തിൽ നിന്നുള്ളവയാണോ എന്ന് നീ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, മനുഷ്യനെ തകർക്കുന്ന വിധത്തിലുള്ള പലവിധമായ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ലോകശക്തികൾ, സാത്താന്യ ശക്തികൾ പ്രവർത്തിക്കും. എന്നാൽ നീ അതിനകത്തൊന്നും വീണു പോകാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് നിൽക്കുകയാണെങ്കിൽ നിന്നെ തകർക്കുവാൻ എഴുന്നേൽക്കുന്ന ദുഷ്ട ശക്തികളെ തലയെ തകർക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവ ഒരു അധികാരം നിനക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്മാരുടെ വായിൽ നിന്നും തവളയ്ക്ക് തുല്യമായ അശുദ്ധാത്മാക്കൾ പുറപ്പെട്ടു വന്നുവെന്ന്. അതേ, തവളയ്ക്ക് തുല്യമായ അശുദ്ധാത്മാക്കൾ പുറപ്പെട്ടു വന്ന് അവ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന അശുദ്ധാത്മാക്കളാണ്. പക്ഷേ കർത്താവ് തൻ്റെ മക്കൾക്ക് ഹല്ലേലൂയ അതിനെ അതിജീവിക്കുവാനുള്ള ശക്തിയാണ് നൽകുന്നത്. ഹല്ലേലൂയ. തവളയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന അശുദ്ധാത്മാക്കൾ അതേപോലെയുള്ള ചില അന്ധകാരത്തിൻ്റെ ശക്തികൾ നിനക്കെതിരെ വന്നാലും ഹല്ലേലൂയ അവയെ ജയിക്കുവാനുള്ള അധികാരം കർത്താവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഈ ലോകത്തിൻ്റെ മന്ത്രവാദ ശക്തികളെ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ നിനക്കെതിരെ കടന്നു വരുന്ന ഭൂതാത്മാക്കളുടെ ശക്തികളെ കണ്ടുകൊണ്ടോ നീ ഒരിക്കലും തകർന്നു പോകരുത്. നീ ദൈവത്തിൻ്റെ മകനാണ്. ഈ ഭൂമിയിലുള്ള സകല ജനവും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളെ ആക്രമിക്കാൻ വരുന്ന സകല ദുഷ്ടശക്തികളെയും ചെറുത്തു നിൽപ്പാൻ നിങ്ങൾക്ക് കഴിയണം. ഹല്ലേലൂയ. കാരണം സർപ്പങ്ങളെയും തേളുകളെയും
ബലത്തെയും ചവിട്ടുവാനും ശത്രുക്കളുടെ സകല ശക്തികളെയും അതിജീവിക്കുവാനുള്ള അധികാരമാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. സാത്താൻ പല രൂപത്തിലും പല ഭാവത്തിലും പല വേഷത്തിലും പല സ്വഭാവത്തിലും അവൻ നിങ്ങൾക്കെതിരെ കടന്നു വരാം. ഹല്ലേലൂയ. നിന്നെ തകർക്കുവാൻ പിശാച് പല തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ബലഹീനത ഏതാണോ ആ ബലഹീനത അവൻ മനസ്സിലാക്കിയിട്ട് ആ ബലഹീനതയുടെ നടുവിലേക്ക് അവൻ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് നിന്നെ തകർക്കുവാനായി പദ്ധതി ഒരുക്കുമ്പോൾ അവയെ തിരിച്ചറിയുവാൻ കഴിയുന്നൊരു വിവേചനത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് പരിശുദ്ധാത്മാവ് പറയുക. ഞാൻ ഇന്ന് പകൽ ഈ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ എന്നോട് പലരും സംസാരിക്കാറുണ്ട്, പാസ്റ്റേ ഭയങ്കര പോരാട്ടമാണ്, പോരാട്ട മുഖാന്തരം ജീവിതത്തിൽ സമാധാനമില്ല. അതെ, ഞാനും അത് നിങ്ങളോട് പറയുകയാണ്. പോരാട്ടം എന്ന് പറയുന്നത് നമുക്ക് ഈ ഭൂമിയിലുണ്ട്. അത് വാഴ്ചകളും അധികാരങ്ങളും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതിയും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയടക്കം ഹല്ലേലൂയ സാത്താൻ്റെ പല കിങ്കരന്മാരും അവൻ്റെ പല ശക്തികളും നിനക്കെതിരെ കടന്നു വരുമ്പോൾ അതിനകത്ത് നീ അടിപതറി പോകാതെ നിൽപ്പാൻ വേണ്ടിയാണ് ദൈവം നിൻ്റെ മേലൊരു അധികാരം തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് ലോകം തന്ന അധികാരമല്ല, സ്വർഗരാജ്യം നിനക്ക് തന്ന അധികാരമാണ്. ഹല്ലേലൂയ. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും നിങ്ങൾക്ക് തരുന്നു. അതേ പ്രിയരേ, ദൈവത്തിൻ്റെ അധികാരം നമ്മുടെ മേലുണ്ട് എന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്നെങ്കിൽ, ആ ദൈവിക അധികാരത്തിൽ നീ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഉലകത്തിൽ നിന്നെ ഒരു സാത്താന്യ ശക്തിക്കും തകർക്കുവാൻ കഴിയില്ല. അല്ലെങ്കിൽ സത്യവേദ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, മിസ്രയീം ദേശത്ത് മോശയെ ദൈവം അയച്ചു. മോശ തൻ്റെ വടി ഫറവോൻ്റെ കൊട്ടാരത്തിൽ ഫറവോൻ്റെ സ്ഥലത്ത് താഴെയിട്ടപ്പോൾ അത് സർപ്പമായി തീർന്നു. ഫറവോൻ്റെ അരമനയിൽ ഉണ്ടായിരുന്ന മന്ത്രവാദികളും അതേപോലെ ചെയ്തു. പക്ഷേ ഒരു വ്യത്യാസം, മോശയുടെ സർപ്പം എന്ത് ചെയ്തു? മന്ത്രവാദികളുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. അതെ, അത് താൽക്കാലികമാണ്, അത് ശാശ്വതമല്ല. അതുകൊണ്ട് ഇന്ന് പകലെന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ലോകത്തിൻ്റെ മന്ത്രവാദ ശക്തികളകപ്പെട്ട് നീ തകർന്നു പോകാതെ, അതിനു മുമ്പിൽ നീ ഭയപ്പെട്ടു പോകാതെ അവിടെ നീ ഉറച്ചു നിൽക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. കൂടാതെ അവൻ ചെയ്ത അനേക അത്ഭുതങ്ങളെ അവിടെ ഉണ്ടായിരുന്നുവെന്ന് മന്ത്രവാദികൾക്ക് ചെയ്യുവാൻ കഴിഞ്ഞില്ല. മിസ്രൈമിൽ അനവധി അത്ഭുതങ്ങളെ മോശ ചെയ്തു, പക്ഷേ മന്ത്രവാദികൾക്ക് അതൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അതിനെക്കുറിച്ച് അവർ ദൈവത്തിൻ്റെ വിരൽ ദൈവത്തെക്കുറിച്ച് അതിനെ സാക്ഷ്യം പറഞ്ഞുവെന്ന് വെളിപ്പാട് പുസ്തകം അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകം 8:19 വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ നിങ്ങളോട് കഥ പറയാം. ഹല്ലേലൂയ. ഒരു മിശ്ര സഹോദരി ആദിവാസി ജനങ്ങളുടെ മധ്യത്തിൽ സുവിശേഷ വേല ചെയ്യുവാൻ ചെന്ന സമയത്ത് അവിടെ ഒരു മന്ത്രവാദി അവരെ തടഞ്ഞു. ഇതെൻ്റെ സ്ഥലമാണ്, നിങ്ങളിവിടെ പ്രവർത്തിക്കരുത്, നിങ്ങളിവിടെ വിട്ട പോകണം എന്ന് പറഞ്ഞു. ആ സഹോദരിയും തമ്മിൽ വലിയൊരു വാക്ക് തർക്കം. അവസാനം ഈ മന്ത്രവാദി എന്താണ് ചെയ്തത്? സഹോദരിയും തമ്മിൽ വാക്ക് തർക്കമുണ്ടായി. അവസാനം മന്ത്രവാദി ഞാൻ എൻ്റെ ശക്തി ഉപയോഗിച്ച് ആകാശത്തിൽ കിടക്ക വിരിച്ച് കിടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം നിലത്ത് കിടന്നുരുണ്ട് തൻ്റെ മന്ത്രവാദങ്ങൾ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് നിലത്തു നിന്ന് ഏകദേശം 6 അടി ഉയരത്തിൽ അദ്ദേഹം കിടക്ക വിരിച്ച് കിടക്കുന്നത് പോലെ കിടന്നു. ഇത് കണ്ടപ്പോൾ മന്ത്രവാദികളുടെ അനുയായികൾ പൊട്ടിച്ചിരിച്ച് മിഷണറിയെ അപമാനിക്കാൻ തുടങ്ങി. മിഷണറി എന്ത് ചെയ്തു? തനിക്കൊരു അധികാരമുണ്ടെന്ന് മനസ്സിലാക്കിയ മിഷണറി ആ സഹോദരി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ഹല്ലേലൂയ. അങ്ങനെ സഹോദരി മിഷണറി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ 6 അടി ഉയരത്തിൽ പൊങ്ങി കിടക്ക പോലെ വിരിച്ച് കിടന്ന മന്ത്രവാദി ഇതാ തൽക്ഷണം വീണ് കിടക്കുന്നു. ഹല്ലേലൂയ. വീണ് കിടക്കുക മാത്രമല്ല, അവൻ അപാരമായ മുറിവുകളേറ്റു. അവസാനം മന്ത്രവാദി ഓടി ആ മിഷണറി റൂമിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാണ് ഞാനൊരു പുസ്തകത്തിൽ വായിക്കുന്നത്. അതേപോലെ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിനക്കെതിരെ എത്രമാത്രം മന്ത്രവാദങ്ങൾ പിശാച് ചെയ്താലും അതിനെ ജയിക്കുവാനുള്ള ശക്തിയാണ് ദൈവം തന്നത്. അതുകൊണ്ടാണ് പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം എന്ന കർത്താവ് ഇന്ന് പകൽ നിന്നോട്, നിൻ്റെ കുടുംബത്തോടും തലമുറയോടും നിൻ്റെ ജീവിതത്തോടും ശരീരത്തോടും നിൻ്റെ ബിസിനസ്സിനോടും നിൻ്റെ ജോലിയോടും നിൻ്റെ കൃഷിയോടും നിൻ്റെ ഭാവിനോടും നിൻ്റെ മക്കളുടെ ഭവനത്തോടും വ്യാപരിക്കുന്ന സകല ദൂട്ട ശക്തികളെയും ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുകയാണ്. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്ന കർത്താവേ, ഈ ജനത്തെ മേലിന്ന് പകൽ ദൈവത്തിൻ്റെ നീതി അയക്കണമേ, ജനത്തെ വിടുവിക്കണമേ. ഒരു ദൂട്ടനും തൊടുവാൻ കഴിയാതെ വണ്ണം ആ ദൈവിക അധികാരം വെളിപ്പെടാനായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.